നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാകുന്നു. വേദഭാഗമായി ലഭിച്ചിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യരായി നമ്മെ വീണ്ടെടുക്കാൻ, നിത്യജീവനെ നൽകാൻ, സ്വർഗം വിട്ട് ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമായി അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശമായി ദൈവം കന്യകയിൽ മനുഷ്യനായി പതിനഞ്ചിടമായി ഒരു ശിശുവായി അവതരിച്ചതിൻ്റെ മഹനീയ ഓർമ്മയാണ് ക്രിസ്മസായി നാം കൊണ്ടാടുന്നത്. ഈ വേദഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന 3 സന്ദേശങ്ങളാണ്. 1. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്നു. 2. അനുസരണം രക്ഷയിലേക്ക് നയിക്കുന്നു. 3. യേശു തന്നെയാണ് മശിഹ എന്ന് ഉറപ്പിക്കുന്നു. ഒന്നാമതായി വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമാണ്. ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. യേശു കന്യകയിൽ ജന്മം എടുക്കുമെന്നും യെശയ്യാ പ്രവാചകൻ 7:14 യഹൂദ സഹസ്രങ്ങളിലെ ഏറ്റവും ചെറുതായ ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് മീഖാ പ്രവാചകൻ 5:2 പ്രസ്താവിച്ചിരിക്കുന്നു. ഇവിടെ ദാവീദ് ഗൃഹത്തിൽ ജോസഫിനെ വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ ഗർഭിണിയായതറിഞ്ഞ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് ആലോചിച്ചു. എന്നാൽ ദൈവിക ദൂത് ജോസഫിന് ലഭിച്ചപ്പോൾ അവൻ തൻ്റെ തീരുമാനത്തിന് മാറ്റം വരുത്തി. ദൈവത്തിൻ്റെ തീരുമാനത്തിന് പ്രാധാന്യം കൊടുത്തു. ജോസഫിൻ്റെ നീതിയെ, അവൻ്റെ ജീവിത വിശുദ്ധിയെ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. മറിയ കുഞ്ഞിനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് കാണുന്നു. ജോസഫിൻ്റെയും മറിയയുടെയും ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവജനത്തോടുള്ള അനുസരണം, അവരുടെ വ്യക്തിപരമായ ജീവിത വിശുദ്ധി, വിനയപ്പെടൽ, അവരുടെ സമർപ്പണമൊക്കെയാണ് ദൈവപുത്രൻ ഭൂമിയിൽ പിറക്കുവാൻ കളമൊരുക്കിയത്. ദൂതൻ മുഖാന്തരം ജോസഫിന് ദർശനത്തിൽ ലഭിച്ച ദൈവിക കൽപ്പന അവൻ അതുപോലെ അംഗീകരിച്ചു. 3 കാര്യങ്ങളാണ് ദൂതൻ ജോസഫിനോട് ആവശ്യപ്പെട്ടത്. 1. നിന്റെ ഭാര്യയായി മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. 2. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാവുന്നു. 3. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. രണ്ടാമതായി നമുക്ക് കാണുന്നത് അനുസരണ രക്ഷയിലേക്ക് നയിക്കുന്നു. ദൈവിക അരുളപ്പാടിനോടെ മറുതലിക്കാനോ ചോദ്യം ചെയ്യാനോ തുനിയാതെ അനുസരിപ്പാനും ദൈവഹിതം നിറവേറപ്പെടാനുമായി വിനയപ്പെടാനും സമർപ്പിക്കുവാനും ജോസഫ് തയ്യാറായി. ദൈവിക കൽപ്പന അനുസരിച്ച് അത് വിശ്വസിച്ചു. അതുപോലെ തന്നെ ചെയ്തു. മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ നനച്ചവൻ ഗാഢമായി അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവളെ ചേർത്ത് പിടിച്ചു. അവളെ ഒപ്പം കൂട്ടി. ചർച്ചക്കാരുടെയോ സ്വന്തക്കാരുടെയോ സമൂഹത്തിൻ്റെ ഭീഷണിക്കോ എതിർപ്പിനോ കീഴടങ്ങാതെ ദൈവിക കൽപ്പനയ്ക്ക് ദൈവഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വവും ബഹുമാനവും നൽകി. സമൂഹത്തിൻ്റെ പരിഹാസവും നിന്ദയും നേൽക്കുവാൻ അവൻ തയ്യാറായി. തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞതും കഷ്ടതയും പ്രയാസമേറിയതുമാണെന്നറിഞ്ഞിട്ടും ദൈവഹിതത്തിന് നിറവേറുവാൻ പൂർണ്ണമായി സമർപ്പിച്ച ദമ്പതികളായിരുന്നു ജോസഫും മേരിയും. 3. യേശു തന്നെ മശിഹ എന്ന് ഉറപ്പിക്കുന്നു. പൈതൽ ജനിച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് കുഞ്ഞിന് യേശുവ അല്ലെങ്കിൽ യേശു എന്ന പേർ നൽകി. യേശു എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം വിമോചനൻ അല്ലെങ്കിൽ രക്ഷകൻ എന്നാണ്. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്നത് യേശു എന്ന രക്ഷകൻ ഭൂമിയിൽ ജാതനായതാണ്. മാനവജനതയെ മുഴുവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഒരു വിമോചകൻ ഭൂമിയിൽ പിറന്നു എന്നത് പ്രതീക്ഷയുടെ പൂർത്തീകരണമായിരുന്നു. പാപത്തിൻ്റെ ഫലമായി മനുഷ്യനും ദൈവവും തമ്മിൽ നഷ്ടപ്പെട്ടു പോയ രമ്യതയുടെ വീണ്ടെടുപ്പ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദാനം ചെയ്യുന്നു. ദൈവത്തോട് സംസാരിക്കുന്ന പുത്രനായ ക്രിസ്തു, മനുഷ്യരോട് കൂടെ നടക്കുന്ന, മനുഷ്യരോട് സംസാരിക്കുന്ന യേശു തികച്ചും ദൈവരായത്തിൻ്റെ അനുഭവം തന്നെ. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കരുതലിൻ്റെ, ഉൾച്ചേരലിൻ്റെ, സ്നേഹത്തിൻ്റെ സങ്കീർത്തനമായി മാറി യേശു രക്ഷകൻ്റെ ജനനം. ആ നല്ല വാർത്തയുടെ സന്ദേശം ആദ്യം പോകുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കാണ്. ദരിദ്രർക്ക് പ്രതീക്ഷയും നൽകുന്ന തകർന്ന ഹൃദയങ്ങളെ പുനർജീവിപ്പിക്കുന്ന സന്ദേശമായിരുന്നു അത്. ക്രിസ്തുവിൻ്റെ ജനനം അവഗണിക്കപ്പെട്ടവർക്കും ചൂഷിതർക്കും നിരാലംബർക്കും ഒരു നല്ല സുവിശേഷമായി മാറി. ദൈവസാന്നിധ്യത്തിൻ്റെ പൊരുൾ ലഭിച്ചത് യേശുവിലൂടെയാണ്. പരിഹാരത്തിനായി യാഗങ്ങളും കർമ്മങ്ങളുമാണ് പഴയ നിന്നും പഠിപ്പിച്ചത്. എന്നാൽ അത് ആത്യന്തികമായ പാവ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ നൽകിയില്ല. യേശുവിലൂടെ ലഭിച്ച കൃപയൊന്നു മാത്രമാണ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ യേശു നമ്മുടെ രക്ഷകനാകുമ്പോഴാണ് ക്രിസ്തുമസ് നമ്മുടേതാകുന്നത്.
അന്ധകാരത്തിൽ ഇരുന്ന ജനത്തിനെ പ്രകാശം പകരുവാൻ, എല്ലാവർക്കും സന്തോഷം പകരുവാൻ, എല്ലാവർക്കും ആശ്വാസം പകരുവാൻ, എല്ലാവർക്കും പ്രത്യാശ പകരുവാൻ ക്രിസ്തു നാഥൻ ജാതനായി. പ്രകാശം പരത്തി വഴികാട്ടി കൊടുത്ത നക്ഷത്രങ്ങളും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗീതങ്ങൾ ആലപിച്ച മാലാഖമാരും, ഏറ്റവും പാവപ്പെട്ട ഇടയന്മാരും വിജ്ഞാനികളായ രാജാക്കന്മാരും ആടും പശുവും ജീവജാലങ്ങളും ഒരുപോലെ ഇടം കണ്ടെത്തിയ പുൽപ്പുള്ളാണ് യേശു ജനിച്ചത്. ജോസഫിനെയും മറിയം പോലെ വിനയത്തിൻ്റെയും എളിമയുടെയും ഭാവം ധരിപ്പാനും ദൈവം ബലമേൽപ്പിക്കുന്ന നിയോഗങ്ങളെ ഏറ്റെടുത്ത് വിശ്വസ്തയോടെ നിർവഹിക്കുവാനും ദൈവസന്നിധി വിശുദ്ധിയിലും വെളിപ്പോയിലും നമ്മെ സൂക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ.